സ്ത്രീവിരുദ്ധ പരാമർശത്തിനു പിന്നാലെ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം. ബൈക്കിലും കാറിലും എത്തിയ സംഘം മലപ്പുറം തേഞ്ഞിപ്പലത്തെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. ബോംബ് ആക്രമണമാണ് ഉണ്ടായതെന്ന് ഹരിഹരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. CPM ആണ് ആക്രമണത്തിന് പിന്നിലെന്നും ഹരിഹരൻ ആരോപിച്ചു. ഉച്ചയോടെ ചുവന്ന കാറിലെത്തിയ സംഘം അസഭ്യം പറഞ്ഞു. പിന്നീട് ഇതേ കാറിൽ റോന്തു ചുറ്റി. 8 മണിയോടെ ഇവർക്കൊപ്പം സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘം ബോംബെറിഞ്ഞു. ഇതിന് പിന്നിൽ CPIMന്റെ ആസൂത്രിത നീക്കമാണ്. CPM ജില്ലാ സെക്രട്ടറി P മോഹനും പങ്കുണ്ട്. ഇതുകൊണ്ടൊന്നും തന്നെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും KS ഹരിഹരൻ പറഞ്ഞു. CPIM അല്ലാതെ ഇത്തരമൊരു പ്രവൃത്തി ആരും ചെയ്യില്ല. മോനമാഷ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് കോഴിക്കോട്ട് പറഞ്ഞത് മാപ്പിൽ തീരില്ല എന്നാണ്. കൂടുതൽ ഗൗരവമായ കാര്യങ്ങൾ വരും എന്നാണ്. ഗൗരവമായ കാര്യമാണ് ഈ ബോംബായിട്ട് വന്നത്. CPMന്റെ ഒരു നീക്കമാണ് അതിന് പിറകിലുള്ളത്. ഭീഷണി അങ്ങനെ പലപ്പോഴും ഫോണിലൊക്കെ വിളിച്ച് പറയാറ്, അത് നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് ഉഗ്രശബ്ദത്തോടെയാണെന്ന് ബന്ധു പറഞ്ഞു. പടക്കമാണെന്ന പോലീസിന്റെ വാദങ്ങളെ തള്ളി. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടില്ല. വന്നതും അസഭ്യം പറഞ്ഞവരും കോഴിക്കോട്ടുകാരാണ്. അങ്ങനെ കരുതാൻ പറ്റില്ല, കാരണം പടക്കം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. പടക്കം പൊട്ടിക്കാനുണ്ട്. ഇത് അതിനേക്കാളൊക്കെ ഉഗ്രശേഷിയുള്ള സ്ഫോടന, ഒരു വലിയ തീയാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഭയങ്കര തീയാണ് മുകളിലേക്കുണ്ട് ആദ്യം പോയത്. വീടിന് മുന്നിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിയതിലുള്ള ഭയപ്പാടിലാണ് ഭാര്യയടക്കമുള്ള ബന്ധുക്കൾ. നല്ല പേടിച്ചു. ഇവിടെ അങ്ങനെ വടകരയൊക്കെ പൊട്ടുമെന്ന്, ബോംബ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു അനുഭവം. ശരിക്കൊരു ടെൻഷനായി നന്നായിട്ട്. തേഞ്ഞിപ്പാലം പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ബോംബേറുണ്ടായതിന് പിന്നാലെ ഹരിഹരന്റെ വീടിനുള്ള സുരക്ഷ പോലീസ് ശക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.